ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ തന്നെ 2 ദിവസത്തെ ലീവ് എടുത്തിട്ട് ഞാൻ വന്നു. അപ്പോൾ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇവിടെ നിന്ന് എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂറാണ്. ഫസ്റ്റ് വന്നിട്ട് ഹോം ടൂറാണ്. അപ്പോൾ ഞാനൊരു ഹോം ടൂർ അങ്ങോട്ട് എടുത്തു. അപ്പം നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് വരും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ വീട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ്. ഏകദേശം ഒരു 35 വർഷത്തേക്ക് പഴക്കം കാണും. അപ്പോൾ ഇതാണ് ഉമ്മാറം. ആ കിടക്കുന്ന മരത്തിൻ്റെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനെന്താ കറക്റ്റ് പറയുകയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് ഞാൻ എൻ്റെ സ്വന്തം കാശിന് മേടിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് അതിലിരിക്കുമ്പോൾ ഒരു സുഖവും സന്തോഷമൊക്കെ തോന്നാറുണ്ട്. ചില ടൈം അവിടെ വെറുതെ കുത്തിരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് കടന്നു പോകുന്നത് ഇടനാഴികയ്ക്കാണ് ഗൈസ്. പിന്നെ 2 റൂമുണ്ട് താഴെ. ഒന്ന് തെക്കാകം, ഒന്ന് വടക്കാകം. ഇതാണ് തെക്കാകം. ഇവിടെയാണ് അഗ്ഗു ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നത്. ഇപ്പം നിഖിലേച്ചിയാണ് കിടക്കുന്നത്, കാരണം നിഖിലേച്ചിക്കും ബെഡ് റെസ്റ്റ് ആണേ. നമ്മുടെ ബേബി ഇവിടെ കിടക്കുന്നുണ്ട്. ആള് ഇച്ചിരി ഗലിപ്പ് മൂഡിലാണ്. വേണ്ട, നമുക്ക് ഡിസ്റ്റർബ് വേണ്ട. അടുത്തതായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അറിയാലോ. തെക്കാകാണെങ്കിൽ അടുത്തത് വടക്കാകത്തേക്കാണ് പോകുന്നത്. അയ്യോ, നമ്മുടെ അഗ്ഗു ഇതാ കടന്നു വരുന്നു ഗൈസ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേക്കും. അപ്പോൾ വടക്കാകത്താണ് അച്ചമ്മ കിടന്നിരുന്നത് കേട്ടോ. അച്ചമ്മ ഇപ്പോൾ മരണപ്പെട്ടിട്ടൊരു 2 വർഷം ആവാറായി. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കടന്നു പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്, അങ്ങനെയൊക്കെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, വീട് കുറച്ച് പഴയ വീടായതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും കുറച്ച് പരിമിതമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചൺ. അമ്മ ഡ്യൂട്ടിക്ക് 9 മണിയാകുമ്പോൾ പോവുക. അപ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയതിന് ശേഷമാണ് അമ്മ പോവുക. അപ്പോൾ അത് ക്ലീനിങ് പരിപാടി കുറച്ച് പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് തട്ടുമുകളിലേക്ക് പോവാം. ഇതാണ് തട്ടുമുകളിലുള്ള ഒരു റൂം കേട്ടോ. ഇവിടെ ആരും കിടക്കാറില്ല. ഈ കാണുന്ന അലമാര ഉണ്ടല്ലോ, 29 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. അമ്മ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഈ റൂമിലാണ് ഞാൻ പലപ്പോഴും കിടക്കാറ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എവിടെ വേണേലും കിടക്കും. പിന്നെ നമുക്ക് ചെറിയൊരു വാർപ്പ് വരുന്നുണ്ടേ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് റിലാക്സ് ചെയ്തിട്ടൊക്കെ ഇരിക്കാം. കുറേ മരങ്ങളും കുറച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് അങ്ങനെ ഇരിക്കാം. ഇത് നല്ല രസമല്ലേ? ഇനി നമുക്ക് തട്ടുമുകളിൽ നിന്ന് ഇറങ്ങാം. ഇനി നമുക്ക് വീണ്ടും പൂമുഖത്തിലേക്ക് പോകാം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, അമ്മയുടെ ഫാമിലി വലിയൊരു ഫാമിലിയാണെന്ന്. അച്ഛൻ്റെ ഫാമിലി അത്ര മോശമൊന്നുമല്ല കേട്ടോ. അച്ഛൻ്റെ അച്ഛനും അമ്മയ്ക്കും 9 മക്കളാണേ. അതാണ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ഇത് അമ്മമ്മയും അമ്മച്ചനാണേ. പിന്നെ ഞങ്ങളുടെ സിംഗിൾ ഫോട്ടോ, കല്യാണ ഫോട്ടോ, കുടുംബ ഫോട്ടോ, അങ്ങനെ നിറയെ കുറച്ചധികം ഫോട്ടോസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്.